ഹലോ, ഇന്ന് ഞാനിതാ കുപ്പിയും കുപ്പിയുടെ അടപ്പും വെച്ചിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കുപ്പിയുടെ മൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പല കളറാട്ടോ, ഒരു കളർ എടുത്താലും മതിയാവും. ഇനി ഞാനിതാ ഫുഡൊക്കെ മേടിക്കുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു മൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിതാ ആ മൂടികളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ മൂടീൻ്റെ 4 സൈഡിലും പശയാക്കിയതിന് ശേഷം അത് അങ്ങനെ ഒന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലും അത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഞാനൊരു 4 തട്ടായിട്ടാണ് ഈ ഒരു മൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. ഇനി നിങ്ങൾക്ക് റൗണ്ടിന് പകരം വേണമെങ്കിൽ ചതുരത്തിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പല കളർ മൂടികളാണ് ഉള്ളതുകൊണ്ട് ഞാൻ പല കളർ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒറ്റ കളറാണ് ഉള്ളത് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പല കളർ മൂടി ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു വൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അക്രിലിക്കിൻ്റെ പെയിൻറ്റ് എടുത്തിട്ടാട്ടോ ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നാവുക. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒരു ബേസ് കോട്ട് എന്നുള്ള രീതിയിലാണ് ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു ഗോൾഡൻ്റെ മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയുടെ ആ ഒരു സ്റ്റിക്കർ ഇത് അങ്ങനെ ഒന്ന് പറിച്ച് കളയണം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാനൊരു കത്തി വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ഒരു തുള ഉണ്ടാക്കിയതിന് ശേഷം കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതാ കുപ്പിയുടെ ഈ ഒരു സൈഡാണ് ആദ്യം മുറിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതാ ആ ഒരു കുപ്പിയുടെ ബാക്ക് വശം ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഈ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുക്കണം. അതിനുശേഷം ആ കുപ്പിയുടെ മുകൾ ഭാഗമല്ലേ അതിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു CD മാർക്കർ വെച്ചിട്ട് ഞാനിതന്ന് ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് തന്നെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മുഴുവനായിട്ട് വരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കാണുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്രിക വെച്ചിട്ട് ആ ഒരു വരച്ചെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം. ചെറിയ കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൂടി മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഫെവി ബോണ്ട് ഉപയോഗിക്കാം. ഞാനിവിടെ B7000 പറഞ്ഞിട്ടുള്ള ആ ഒരു പശയാണ് എടുത്തിരിക്കുന്നത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കളർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കളർ ചെയ്തെടുക്കുന്നില്ല. ഇനി ഞാനിതാ വേറൊരു കുപ്പി എടുത്തതിന് ശേഷം ഇത്രയും ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അതിന് ശേഷം താഴത്തെ ഭാഗം കൂടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ആ ഒരു സെൻറ്റർ ഭാഗത്തോട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതള് പോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ അങ്ങ് മുറിച്ചെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നീളം കുപ്പിയുടെ ഭാഗം എടുത്തിട്ട് അങ്ങനെ ഒന്ന് ത്രികോണാകൃതിയിൽ മുകളിലോട്ടും താഴോട്ടായിട്ട് അങ്ങനെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കയ്യിൽ കളറുള്ളവർ ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒട്ടിക്കാൻ ആ ഒരു പശ ഒരു മൂടിയുമേലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പൂവിൻ്റെ ഉൾഭാഗത്തോട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡ് കളറാണ് ആ ഒരു നീളം ഭാഗത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പൂവിൻ്റെ ഭാഗത്തിന് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഇനി കളർ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3 തരത്തിലുള്ള ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലൈസുകളോ മുത്തുകളോ എന്ത് വേണമെങ്കിലും പിടിപ്പിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.